ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ S4B. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ റിയാദിലെ ബസ്, അതുപോലെ മെട്രോ ബസ്, പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബസ്സുകളും അതേപോലെ മെട്രോ എങ്ങനെ നമുക്ക് യൂസ് ആക്കാം, അത് എങ്ങനെ നമുക്ക് അതിനെ ഉപകാരപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ അത് യൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പബ്ലിക്കായിട്ടുള്ള ഒരു കാർഡ് ഉണ്ട്, അതായത് സൗദി ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു ദർബ് കാർഡ് പറഞ്ഞ ഒരു കാർഡ് ഉണ്ട് ദുബായിലെ പോലെ തന്നെ. ആ കാർഡ് എങ്ങനെ എടുക്കാൻ നോക്കാം. ആദ്യം ഇതുപോലെ മെഷീനിൽ ചെന്നിട്ട് ഇംഗ്ലീഷ് ആക്കി എടുക്കുക. ഇംഗ്ലീഷ് ആക്കി എടുത്തതിന് ശേഷം അതിൽ റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് കാണിക്കും. അത് കഴിഞ്ഞ ഉടനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ ഇംഗ്ലീഷ് ആക്കി കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബൈ എ ന്യൂ കാർഡ് അടിച്ചു കൊടുക്കുക. ബൈ എ ന്യൂ കാർഡ് എന്ന് വെച്ചാൽ പുതിയ കാർഡ് എടുക്കാനാണ്. കാർഡില്ലാത്ത ആളെ സംബന്ധിച്ചാണ് ബൈ എ ന്യൂ കാർഡ്. പിന്നെ അതുപോലെ മുകളിൽ ടോപ്പ് അപ്പ് എന്ന് കാണാൻ പറ്റും. ടോപ്പ് അപ്പ് എന്നുള്ളത് കാർഡുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ. താഴെ ആഡ് എ ന്യൂ പാസ്, അതായത് പുതിയൊരു കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആഡ് എ ന്യൂ പാസ്. അതിൽ മേലെ ഇപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ 20, 40, 30, 10, 140, 50 അങ്ങനെ കാണിക്കും. നമ്മളിപ്പോൾ ട്രയൽ ആയതുകൊണ്ട് 10 എന്ന് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 10 റിയാൽ എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ക്യാഷാണ്. 10 റിയാൽ പിന്നെ റീചാർജബിൾ, അതായത് റീചാർജ് ചെയ്യാൻ അങ്ങനെ മൊത്തം 20 റിയാൽ കാണിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത്. കാരണം നമുക്ക് 10 റിയാൽ മതി, ജസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ ഇപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആഡ് ന്യൂ പാസ് അടിക്കുക. ആഡ് ന്യൂ പാസ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീചാർജിൻ്റെ ഓരോ എമൗണ്ട് കാണിക്കും. നമ്മൾ 10 റിയാലാണ് സെലക്ട് ചെയ്തത്. 10 റിയാൽ ക്യാഷ്, 3 ഓപ്ഷൻ ഉണ്ട്: ക്യാഷ്, ബാങ്ക് കാർഡ്, ഓൺലൈൻ ട്രാൻസ്ഫർ. അപ്പോൾ നമ്മളിപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്തു. അപ്പോൾ അടിയിലൂടെ ക്യാഷ് ഇട്ട് കൊടുത്തപ്പോൾ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്തു ആ എമൗണ്ട്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ സ്കാൻ ചെയ്യുകയാണ് എത്ര എമൗണ്ടാണ് സ്വീകരിച്ചതെന്നുള്ളത്. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ഓക്കെ ആയി കഴിഞ്ഞാൽ അടിയിലൂടെ കാർഡ് വരുന്നതായി കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ അടിയിലൂടെ നമുക്ക് ആ ദർബ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മേലെ താങ്ക് യു എന്ന് കാണിച്ചിട്ടുണ്ട് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാം. മേലെ അതിൻ്റെ സ്കാനർ കാണാം. മേലെ തന്നെ ഏറ്റവും ടോപ്പിൽ, മെഷീൻ്റെ ഏറ്റവും ടോപ്പിൽ സ്കാനറാണുള്ളത്. ആ സ്കാനർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബാലൻസ് എത്ര എന്നുള്ളതെന്നുണ്ട് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കാണുന്നത് ഇപ്പോൾ 6.2. അത് ഇപ്പോൾ വേറൊരു കാർഡാണ്. പുതിയ കാർഡാണെന്നുണ്ടെങ്കിൽ 10 റിയാൽ കാണിക്കും. ഇപ്പോൾ വേറൊരു കാർഡ് നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്തു, അത് 6 റിയാൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. അതായത് മെട്രോൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ബസ് കയറാൻ നമുക്ക് ഏകദേശം 2 ബസ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെ 4 റിയാലേ വരുള്ളൂ. 2 ബസ്സായാലും എത്ര ബസ് വേണമെങ്കിലും, അതായത് 2 മണിക്കൂറിനുള്ളിൽ എത്ര ബസ് കയറി കഴിഞ്ഞാലും നമുക്ക് ആകെ വരുന്ന ചിലവ് എന്ന് പറയുന്നത് 4 റിയാലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയ സമയം തന്നെ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് 4 റിയാൽ നമ്മളെ ഈ കാർഡിൽ നിന്ന് പൈസ കട്ടാവും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ, നമ്മളെ അടുത്ത് ഈ കാർഡ് എടുക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ദർബ് കാർഡിൻ്റെ ആവശ്യം ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ അടുത്ത് ബാങ്ക് അക്കൗണ്ട്, അതായത് വിസ കാർഡ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വിസ കാർഡ് വെച്ച്, അതായത് ബാങ്കിൻ്റെ വിസ കാർഡ് വെച്ചും നമുക്ക് ഈ മെഷീനിൽ സ്കാൻ ചെയ്യാൻ പറ്റും. കാർഡ് തന്നെ വേണമെന്നൊന്നുമില്ല, വിസ കാർഡ് ആവണമെന്ന് മാത്രം. വിസ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ മെഷീനിൽ സ്കാൻ ചെയ്യാൻ സ്വൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാ നോർമൽ നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കണ ക്വിക്ക് പേ അങ്ങനെയുള്ള കാർഡുകളൊന്നും ഇതിൽ സ്വീകരിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഇതിലാണ്, അതിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും 2 ബസ് കയറേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു ബസ് കഴിഞ്ഞ് ഞാൻ മാറി കയറണം. അപ്പോഴും നമുക്ക് ഈ കാർഡ് വെക്കുമ്പോൾ ആകെ 4 റിയാലേ കട്ടാവുള്ളൂ. അത് ബാങ്കിൻ്റെ കാർഡ് വെച്ചാലും അതുപോലെ ദർബ് കാർഡ് വെച്ചാലും സെയിമാണ്, 4 റിയാലേ കട്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ കാർഡ് സ്കാൻ ചെയ്യണമെന്ന് മാത്രം. കാരണം പുറത്തുനിന്ന് ഈ ചെക്കർ വന്നേ, അതായത് ഇവിടെ പുറത്ത് ചെക്കിങ്ങിൻ്റെ ഓഫീസേഴ്സ് ഉണ്ട്. നമ്മളെ നാട്ടിൽ ട്രെയിനിലൊക്കെ പോകുമ്പോൾ TTR എന്ന് പറയും പോലെ ഇവിടെ ഇത് ബസ്സിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഓഫീസേഴ്സ് ഉണ്ട് സൗദിയിൽ. അപ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാർഡ് പഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ അങ്ങനെ പഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിഴ കൊടുക്കേണ്ടി വരും, അതായത് മുക്കാലപ്പ കൊടുക്കേണ്ടി വരും, അതായത് പിഴ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മളെ ഇക്കാമയിലായിരിക്കും അടിച്ചു തരിക ആ പിഴ. പിന്നെ നമുക്ക് രാജ്യം വിടണമെന്നുണ്ടെങ്കിൽ ആ പിഴ അടച്ചാൽ മാത്രമേ രാജ്യം വിടാൻ കഴിയുള്ളൂ. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. കാരണം സൗദിയിലുള്ള ആളുകൾക്കൊക്കെ, ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ പറ്റും. ഇതാണ് നമ്മളെ ബസ്. നമ്മളിപ്പോൾ അവിടെ ഇറങ്ങി വേറൊരു ബസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എടുത്ത് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതുപോലെ ദർബ് കാർഡ് എടുക്കുന്ന മെഷീനോ അതുപോലെ ആ ദർബ് കാർഡിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഒരു മെഷീൻ, അതായത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു മെഷീന് എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഉണ്ട്. അപ്പോൾ ടോപ്പ് അപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടുത്തെ വേറെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഫുട് പാത്തുകളുണ്ട്.
ഫുട്പാത്ത് പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ ഫുട്പാത്ത് വഴി നമുക്ക് ഈ ബസ് സ്റ്റോപ്പിലേക്ക് വരാം. പിന്നെ വേറൊരു എടുത്ത് പറയേണ്ട കാര്യം, ഇതിൽ ഈ ബസ് ബേ സെപ്പറേറ്റ് ആണ്, അതിലൂടെ മറ്റുള്ള വാഹനങ്ങൾ കയറി പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മാറി കയറാനും ബസ് ഇറങ്ങി വേറൊരു ബസ് സ്റ്റോപ്പിലേക്ക്, അതായത് ബസ് സ്റ്റോപ്പ് മാറി കയറിയൊന്നും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു തടസ്സം റിയാദ് ഭാഗത്തില്ല. കാരണം ബസ് ബേയിൽ ബസ് മാത്രമേ പോവുള്ളൂ, മറ്റുള്ള വാഹനങ്ങൾക്ക് അനുമതിയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു വരില്ല. അപ്പോൾ അതുകൊണ്ട് റോഡ് മുറിച്ച് ക്രോസ് ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ മെയിൻ റോഡാണ്, അതിന് മുകളിൽ നമ്മൾ ഫുട്പാത്ത് കണ്ടതുകൊണ്ട് അതിലൂടെ നമുക്ക് കയറി ഇറങ്ങി വരാം. പിന്നെ ഈ ഡോട്ട് ഇട്ട് വെച്ചത് ഓരോരോ ബസ് സ്റ്റോപ്പുകളെ മെൻഷൻ ചെയ്യുന്നതാണ്. ഓരോ ഡോട്ടും ഓരോ ബസ് സ്റ്റോപ്പാണ്, ബസ് സ്റ്റോപ്പിൽ നിർത്തുന്ന സ്ഥലങ്ങളെയൊക്കെ സൂചിപ്പിക്കുകയാണ്. പിന്നെ റെഡ് ഡോട്ട് ഇട്ടതാണ് നമ്മൾ നിൽക്കുന്ന പോയിൻ്റ്, അതായത് നമ്മൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പാണ് റെഡ് പോയിൻ്റ്. അപ്പോൾ ഏതായാലും നമ്മൾ ബസ് വന്ന്, അപ്പോൾ ബസ്സിലേക്ക് കയറാനുള്ളതാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് 12ാമത്തെ ബസ്സാണ്. മൻഫൂഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത ബസ് എന്ന് പറയുന്നത് ബസ് നമ്പർ 12 ആണ്. അപ്പോൾ നമുക്ക് 12 ബസ്സിൽ ആണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൻഫൂഹ ഭാഗത്തേക്കാണ് പോകുന്നത്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം, ഇതാണ് ദർബ് കാർഡ് കേട്ടോ. ഇതാണ് ദർബ് കാർഡ്, നമ്മൾ നേരത്തെ പ്രിൻ്റ് എടുത്ത കാർഡാണിത്, ദർബ് കാർഡ്. അപ്പോൾ എത്ര ബസ്സിൽ നമ്മൾ മാറി കയറുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കയറുന്ന സമയത്ത് തന്നെ കാർഡ് ആ മെഷീനിൽ വെക്കണം. വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുക്കാലപ്പ അല്ലെങ്കിൽ ഫൈന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാരും മറന്നു പോകരുത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് മറ്റുള്ള റീജിയണിലൊക്കെ വന്ന് നിൽക്കണം, അതായത് ടാക്സി വിളിച്ച് പോകേണ്ട കേസിലൊക്കെ നമുക്ക് പിന്നെ ഈ 4 റിയാൽ 2 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യാം. നമുക്ക് ഇതുപോലെ ടാക്സിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. 30, 40, 100 റിയാലൊക്കെ കൊടുത്ത് ടാക്സി വിളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഈ ദർബ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ബാങ്കിൻ്റെ വിസ കാർഡ് കയ്യിലുണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ മൻഫൂഹ എത്തിയിട്ടുണ്ട്. മൻഫൂഹ മെട്രോ സ്റ്റേഷനാണ് ഇതുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ഇതുപോലെ ഈ ഒരു എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളതുപോലെ തന്നെ എസ്കലേറ്ററും എല്ലാ സൗകര്യങ്ങളും കേരളത്തിലുള്ളതുപോലെ തന്നെ. അതിൽ എക്സ്ട്രാ പറയാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഈ കാർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സൗദിയിൽ. പിന്നെ ഈ കാർഡാണ് ഇവിടെ പഞ്ച് കിട്ടുക. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു ബില്ല് തരും, ആ ബില്ലിൽ QR കോഡാണ് സ്കാൻ ചെയ്ത്, ഇവിടെ ദർബ് കാർഡ് സ്കാൻ ചെയ്തിട്ട് അകത്ത് കിടക്കലാണ്. അപ്പോൾ ആ ഡോർ ഓട്ടോമാറ്റിക് തുറക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മെട്രോ അന്വേഷിച്ച്, അതായത് മെട്രോൻ്റെ ഏത് ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ ദാറുൽ ബൈദ ടു സാബാണ്. സാബിൽ നിന്ന് തുടങ്ങി സാബിക്കാണ് പോകുന്നത്. അതായത് സാബ് ദാറുൽ ബൈദ ട്രെയിൻ പോകുന്ന ട്രെയിനിന് ആണ് ഈ ഗ്രീൻ ലൈന്. അപ്പോൾ എന്തായാലും നമ്മൾ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിവിടെ വേറൊരു പ്രത്യേകതയും കൂടി പറയേണ്ടതായിട്ടുണ്ട്. നമ്മളെ നാട്ടിലുള്ള, അതായത് നമ്മളെ നാട് എന്ന് ഉദ്ദേശിക്കുന്നത് കേരള കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഉള്ള ട്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മെട്രോയിൽ ഏത് ഭാഗത്തുനിന്നും കയറാൻ കഴിയും, ഏത് ഡോർ വഴിയും കയറാൻ കഴിയും. പക്ഷേ സൗദിയിൽ റിയാദിൽ അത് കഴിയൂല. സൗദിയിൽ ഫാമിലിക്ക് വേറെ ഡോറ്, സിംഗിളായിട്ട് കയറുന്ന ആളുകൾക്ക് വേറെ ഡോറ്, അതായത് ബാച്ചലറായിട്ട് പോകുന്ന ആളുകൾക്ക് വേറെ ഡോറ്, ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വേറെ ഡോറാണ്. അങ്ങനെയാണ് രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഇവിടെ മെട്രോയിൽ കയറേണ്ടത്. സിംഗിളിന് വേറെ, സിംഗിൾ മീൻസ് ബാച്ചിലറിന് വേറെ, ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് വേറെ ഡോറ്. ഇപ്പോൾ രണ്ടും രണ്ടായിട്ടാണ് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോർ നോക്കിയിട്ട് നമ്മൾ എൻട്രി ചെയ്യുക മെട്രോ ട്രെയിനിൻ്റെ അകത്തേക്ക്. പിന്നെ ഇവിടെ 3 ലെവലിലാണ് ട്രെയിൻ ഓടുക. ഒന്ന് ബ്ലൂ ലൈനിൽ, മറ്റൊന്ന് പർപ്പിള്, പിന്നെ യെല്ലോ. അപ്പോൾ 3 ലൈന് മീൻസ് 3 കളർ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം കയറുന്നവർ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കയറിയ സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഓഫീസ് അവധിയാണ്. സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസുകളിലൊക്കെ അവധിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ ഒരു ടണൽ വഴിയാണ് പോകുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഞങ്ങൾ ടണൽ വഴിയാണ് പോയത്. അപ്പോൾ അതും ഒരു വലിയ ഒരു എന്താ പറയുക, നമുക്കൊരു അനുഭവമാണ്. കാരണം നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ ഒരു ടണൽ വഴിയില്ല. നമ്മളിതൊക്കെ ഫ്ലൈ ഓവർ വഴിയാണ് നമ്മളെ മെട്രോ ഒക്കെ കടന്നു പോകുന്നത്. ഇവിടെ ഭൂമിക്കടിയിലൂടെയും ടണൽ വഴിയും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വരുന്ന പുതിയ ആളുകൾക്കൊക്കെ ഇതൊരു നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും. പിന്നെ കാഫ്റ്റ് പറഞ്ഞ മെട്രോയിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ കാഫ്റ്റിലാണ്. അപ്പോൾ അതായത് മെട്രോയിൽ കയറി കാഴ്ചകൾ കാണാൻ വരുന്ന ആളുകൾ
കാഫ്റ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഒരു റീൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വ്യൂസ് അവിടെ വ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡിസൈൻ വർക്ക്, നല്ല അടിപൊളി ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാഫ്റ്റിൽ ഇറങ്ങി ജസ്റ്റ് ഒരു എക്സ്പ്ലോറിങ്, അതായത് മെട്രോ മനസ്സിലാക്കുക എന്നുള്ളതിന് ഇവിടുത്തെ മെട്രോ എങ്ങനെയാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ മെട്രോ തിരഞ്ഞെടുത്തത്. അപ്പോൾ അല്ലാതെ വേറൊരു ആവശ്യത്തിനല്ല, ജസ്റ്റ് മെട്രോനെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഇത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ഥിരം മെട്രോ കയറുന്ന ആളുകൾക്ക് ഇതൊരു വലിയ നല്ലൊരു സംഭവമായി തോന്നില്ല. പക്ഷേ പുതുതായി വരുന്ന ആളുകൾ മെട്രോനെ പറ്റി അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഇതൊരു അനുഭവം, ഒരു നല്ലൊരു ഒരു പ്രചോദനമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർപ്പിൾ, യെല്ലോ, ബ്ലൂ 3 കാറ്റഗറി ആയിട്ടാണ് ട്രെയിന് പോവുക. അപ്പോൾ ട്രെയിന് മാറി കയറുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മാറി കയറി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും 4 റിയാൽ കട്ടാവും. പ്ലാറ്റ്ഫോം മാറി കയറി നമ്മൾ ഇറങ്ങി മാറി കയറുമ്പോൾ ട്രെയിനിനെ സംബന്ധിച്ച് വീണ്ടും പഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 റിയാൽ കട്ടാവും. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സീസണൽ ടിക്കറ്റും ഈ മെട്രോ ട്രെയിനിലുണ്ട്. 140 അങ്ങനെ 150 140 അങ്ങനെ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീസണൽ കാർഡ് കിട്ടും. എത്ര യാത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇവിടെ കാഫ്റ്റിലാണ് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം നല്ലൊരു റീൽസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു നല്ലൊരു റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ് കാഫ്റ്റ് എന്ന് പറയുന്നത്. കാഫ്റ്റ് മറ്റുള്ള സ്റ്റേഷനുകളെ സംബന്ധിച്ച് വ്യത്യസ്തമാണ്. കാരണം 3 സെഗ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ 3 സെക്ടറിൽ നിന്ന് വരുന്ന ട്രെയിനുകളും ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് കാഫ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെട്രോ സ്റ്റേഷൻ ഏറ്റവും വലുതാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇനി ഏതായാലും ഇവിടെ കണ്ട് തിരിച്ചു പോകാനായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർഡ് സ്വൈപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ടത്. മെട്രോയിൽ കയറുമ്പോൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോർ ഓപ്പൺ ആവും. അപ്പോൾ ഇതിൽ പൈസ ഉണ്ട്, അത് ഡോർ ഓപ്പൺ ആയി. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യണം. മെഷീനും കാര്യങ്ങളൊക്കെ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോപ്പപ്പ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇനിയിപ്പോൾ നമുക്ക് സാബിന്ന് ദാറുൽ ബൈദ ഭാഗത്തേക്കാണ്, അതായത് ബത്ത ഏരിയ ഭാഗത്തേക്കാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിംഗിൾ എൻട്രി പിന്നെ ഫാമിലി എൻട്രി രണ്ടും 2 ഡോറുകളാണ്. അപ്പോൾ ഡോറുകളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോർ സെപ്പറേറ്റ് മാറി കയറരുത്. അപ്പോൾ ഫാമിലിക്കായിട്ട് വേറെ ഡോറും സിംഗിളായിട്ട് വേറെ ഡോറുമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.